ശത്രുവിന്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കടലിന്റെ നിശബ്ദതയിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ ഇന്ത്യയുടെ ഒരു ഭീമൻ കൂടി വരികയാണ്. INS അരിതമാൻ. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് ലോകശക്തികളുടെ ഒരു പോരാട്ട വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിർമ്മിച്ചെടുത്ത ഒരു അത്ഭുതം. എന്തുകൊണ്ടാണ് ഈ അന്തർവാഹിനി ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? കേവലം ഒരു കപ്പലിനേക്കാൾ ഉപരിയായി ശത്രു രാജ്യങ്ങളുടെ മുറ്റത്ത് വരെ ആണവായുധങ്ങൾ എത്തിക്കാൻ ഇതിനെങ്ങനെ സാധിക്കുന്നു? നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കുക എന്നത് ഏതൊരു പൗരന്റെയും ആഗ്രഹമാണ്. അതിർത്തിയിൽ തോക്കേണ്ടി നിൽക്കുന്ന സൈനികരെ നമുക്കറിയാം. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും നമുക്കറിയാം. എന്നാൽ ഭാരതത്തിന്റെ സുരക്ഷാ കവചത്തിലെ ഏറ്റവും രഹസ്യാത്മകവും എന്നാൽ ഏറ്റവും മാരകവുമായ ഒരു വിഭാഗമുണ്ട്. അതാണ് നമ്മുടെ ആണവ അന്തർവാഹിനികൾ. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിതമാനിലേക്കാണ്. ഇത് കേവലം ഒരു കപ്പലല്ല, മറിച്ച് കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ ശേഷിയുള്ള ഇന്ത്യയുടെ തദ്ദേശീയമായ അത്ഭുതമാണ്. എന്താണ് ഈ പേരിന് പിന്നിലെ രഹസ്യം? അരിതമാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ്. ഈ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വിശാഖപട്ടണത്തെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇത് രൂപമെടുത്തത്. ഇതിനു മുൻപ് വന്ന INS അരിഹന്ത്, INS ഹരിഘട്ട് എന്നിവയേക്കാൾ വലിപ്പമേറിയതാണ് അരിതമാൻ. ഏകദേശം 7000 ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പലിനുള്ളിൽ ഒരു ചെറിയ ആണവ നിലയം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം കടലിനടിയിൽ വായുവിനോ ഇന്ധനത്തിനോ വേണ്ടി മുകളിൽ വരാതെ ഒളിച്ചിരിക്കാൻ ഇതിന് സാധിക്കും. ശത്രുക്കളുടെ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത നിശബ്ദ ഘാതകനെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ഈ പുതിയ അന്തർവാഹിനിയെ ലോകശക്തികൾ ഭയക്കാൻ ഒരു കാരണമുണ്ട്. അതിലെ മിസൈലുകൾ. ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇതിന്റെ പ്രധാന ആയുധം. അതായത് ഇന്ത്യൻ സമുദ്രത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഏഷ്യയിലെയും അയൽ രാജ്യങ്ങളിലെയും ഏത് പ്രധാന ലക്ഷ്യത്തെയും തകർക്കാൻ ഇതിന് സാധിക്കും. ഇതിനു പുറമെ 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള 24 K50 മിസൈലുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്രയധികം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ആണവ അന്തർവാഹിനി സ്വന്തമായി നിർമ്മിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്ര വേഗത്തിൽ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്? നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 8 പുതിയ അന്തർവാഹിനികൾ വാങ്ങുകയാണ്. ചൈനയാകട്ടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് ശക്തമായ ഒരു നാവികസേന അനിവാര്യമാണ്. INS അരിതമാൻ കമ്മീഷൻ ചെയ്യുന്നതോടെ കടലിൽ എപ്പോഴും സജ്ജമായ ഒരു ആണവ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് സ്വന്തമാകും. ഇതിനെ കണ്ടിന്യൂസ് അറ്റ് സീ ഡിറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ശത്രു എത്ര ശക്തനായാലും ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കേണ്ടി വരും. സാധാരണ അന്തർവാഹിനികൾ ഡീസൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് ഇടയ്ക്കിടെ വായുവിനും ഇന്ധനത്തിനുമായി കടലിൽ മുകളിലേക്ക് വരേണ്ടി വരും. എന്നാൽ INS ഹരിതമാൻ ഒരു ആണവോർജ അന്തർവാഹിനിയാണ്. അതായത് ഇതിനുള്ളിൽ ഒരു ചെറിയ ആണവ റിയാക്ടർ തന്നെയുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ ഒളിച്ചിരിക്കാൻ ഇതിന് സാധിക്കും. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. മുൻപ് നമുക്കുണ്ടായിരുന്ന ഹരിഹന്ത്, ഹരിഘട്ട് എന്നീ അന്തർവാഹിനിയേക്കാൾ വലുതും കൂടുതൽ കരുത്തനുമാണ് ഈ പുതിയ അതിഥി. ഏകദേശം 7000 ടൺ ഭാരമുള്ള ഈ ഭീമൻ വിശാഖപട്ടണത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ആയുധങ്ങളെ കുറിച്ച് പറയാം. ഇതിൽ പ്രധാനമായും 2 തരം മിസൈലുകളാണുള്ളത്. ഒന്ന് K50 സാഗരിക മിസൈലുകൾ. ഇതിന് ഏകദേശം 750 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. എന്നാൽ ഇതിനേക്കാൾ മാരകമായത് K4 എന്ന് വിളിക്കുന്ന മിസൈലുകളാണ്. ഇത് 3500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനം വരെ കൃത്യമായി തകർക്കും. അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ ഒരിടത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഏഷ്യയിലെ മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഇതിന് സാധിക്കും. ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ചലിക്കുന്ന കോട്ടയാണിത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും കടൽ മാർഗമുള്ള അവരുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് പുതിയ 8 അന്തർവാഹിനികൾ വാങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധം ശക്തമാക്കേണ്ടതും അനിവാര്യമാണ്. സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാബിലിറ്റി എന്നാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ വിളിക്കുന്നത്. അതായത് ഒരു രാജ്യം ഇന്ത്യയെ ആദ്യം ആക്രമിച്ചാൽ പോലും
കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരം അന്തർവാഹിനികൾ വഴി ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ കഴിയും. INS ഹരിതമാൻ കൂടി വരുന്നതോടെ കടലിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു ആണവ അന്തർവാഹിനി കാവലിനുണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. ഈ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തോടെ INS ഹരിതമാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുകൂടാതെ റഷ്യയിൽ നിന്ന് മറ്റൊരു ആണവ അന്തർവാഹിനി കൂടി ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ സമുദ്ര സുരക്ഷയിൽ എത്രത്തോളം ഗൗരവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന സൈനികരെ പോലെ തന്നെ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഈ ഉരുക്കം മനുഷ്യർ നമുക്ക് വലിയൊരു അഭിമാനമാണ്. INS ഹരിതമാൻ വരുന്നതോടെ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ പദ്ധതികൾ. ശത്രു രാജ്യങ്ങൾ തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചില നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യയിൽ നിന്ന് വരാനിരിക്കുന്ന അഗുല ക്ലാസ് അന്തർവാഹിനി. ഇതിനെ നമ്മൾ ചക്ര 3 എന്നാണ് വിളിക്കുന്നത്. 2027 ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് നേരത്തെ പറഞ്ഞ അരിഹൻ ക്ലാസ് അന്തർവാഹിനികളിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. ഇത് പ്രധാനമായും ശത്രു കപ്പലുകളെയും മറ്റ് അന്തർവാഹിനികളെയും വേട്ടയാടിപ്പിക്കാൻ മിടുക്കുള്ള ഒരു അറ്റാക്ക് സബ്മറൈനാണ്. അതായത് കടലിനടിയിൽ ഒളിച്ചിരുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നിശബ്ദമായി അവയെ തകർക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇതുകൂടാതെ മറ്റൊരു വലിയ പദ്ധതി കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതാണ് പ്രൊജക്ട് 55. ഇതിനായി ഏകദേശം 80,000 കോടി രൂപയിലധികം ചിലവഴിച്ചാണ് ഇന്ത്യ 6 അത്യാധുനിക ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിനായി ജർമ്മനിയുമായിട്ടുള്ള ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ അന്തർവാഹിനികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ എന്ന സാങ്കേതിക വിദ്യയുണ്ട്. സാധാരണ ഡീസൽ അന്തർവാഹിനികൾക്ക് വായുവിനായി അടിക്കടി വെള്ളത്തിന് മുകളിൽ വരേണ്ടി വരുമെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുള്ള അന്തർവാഹിനികൾക്ക് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ സാധിക്കും. ഇത് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും സോണറുകളിൽ നിന്നും രക്ഷപ്പെടാൻ വലിയ രീതിയിൽ സഹായിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം പണം ചിലവാക്കി ഇത്തരം അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 8 പുതിയ ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനികൾ വാങ്ങുകയാണ്. അറബിക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെയും പാകിസ്ഥാന്റെയും സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടൽ അതിർത്തികൾ കാക്കാൻ ഇത്തരം ആധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നമുക്ക് അനിവാര്യമാണ്. INS ഹരിതമാൻ എന്ന ആണവ അന്തർവാഹിനി മുതൽ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന പുതിയ അന്തർവാഹിനികൾ വരെ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിലെ കരുത്തുറ്റ കണ്ണികളാണ്. ലോകത്തെ ഏറ്റവും വലിയ നാവികസേനകളിൽ ഒന്നായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രകളിൽ ഇതൊരു നാഴികക്കല്ലാണ്. കടലിന്റെ ആഴങ്ങളിൽ ഇന്ത്യയുടെ ഈ നിശബ്ദ പോരാളികൾ കാവലിരിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഓരോ പൗരനും നൽകുന്ന സുരക്ഷിത ബോധം വളരെ വലുതാണ്. ഭാരതം സമുദ്രത്തിൽ കൂടുതൽ ശക്തമാകുന്ന ഈ വാർത്തകൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ തന്നെയാണ്. പുതിയ സാങ്കേതിക വിദ്യകളും സ്വന്തമായി നിർമ്മിക്കാനുള്ള കഴിവും ചേരുമ്പോൾ നമ്മുടെ നാവികസേന ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ INS ഹരിതമാൻ പോലുള്ള അത്യാധുനിക അന്തർവാഹിനികൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങളുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായാണ്. മുൻപൊക്കെ പ്രതിരോധ ഉപകരണങ്ങൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളിലായിരുന്നു പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത ഭാരതം എന്ന ലക്ഷ്യത്തോടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന കടുത്ത തീരുമാനം മോദി സർക്കാർ എടുത്തു. ഇതിന്റെ ഫലമാണ് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ കരുത്തുറ്റ അന്തർവാഹിനികൾ. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇത്തരം സുപ്രധാന പ്രതിരോധ പദ്ധതികൾ മുന്നോട്ടു പോകുന്നത്. പ്രതിരോധ ബജറ്റിൽ വലിയ വർധനവ് വരുത്തുകയും സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ജർമ്മനി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ അടിമുടി മാറ്റിമറിച്ചു. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യയെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറാക്കി മാറ്റുക എന്ന മോദിയുടെ ലക്ഷ്യം ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കടലിനടിയിൽ നിശബ്ദമായി നീങ്ങുന്ന INS ഹരിതമാൻ മുതൽ ആകാശത്ത് പറക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ വരെ ഇന്ന് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നു എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ അഭിമാനം ഉയർത്തുകയാണ്. ശത്രുക്കളുടെ ഏത് ഭീഷണിയെയും നേരിടാനുള്ള കഴിവുള്ള, ആർക്കും ഭയപ്പെടുത്താൻ കഴിയാത്ത ഒരു നവഭാരതത്തെയാണ് മോദി സർക്കാർ കെട്ടിപ്പടുക്കുന്നത്. സൈനികർക്ക് ആധുനിക ആയുധങ്ങൾ നൽകുന്നതിനൊപ്പം അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിലൂടെ
ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഭാരതത്തിന്റെ ഈ ഒരു കുതിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.